ഇന്ന് വളരെ നാടൻ ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വട കഴിക്കാം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടത് കപ്പയാണ്. കപ്പ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വടയാണ് കപ്പ വട. നമ്മൾ കൊള്ളി അല്ലെങ്കിൽ പൂള, കപ്പ, മരച്ചീനിയൊക്കെ പറയുന്ന അതേ സംഭവം തന്നെയാണ് ഇത്. അപ്പോൾ നല്ല നാടൻ പൊടിയുള്ള നല്ല കപ്പ എടുക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇത്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. ഇഞ്ചിയും കപ്പയും കറിവേപ്പില, അതുപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും ഞാൻ ഇവിടെ ചേർക്കുന്നുള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കപ്പയും ഇഞ്ചിയും ഇതുപോലെ ചീകിയെടുക്കണം. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇറച്ചി മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല, അങ്ങനെ ചിക്കൻ മസാല, അങ്ങനെയുള്ള എന്തെങ്കിലും മസാലകളുണ്ടെങ്കിൽ ഒരു നുള്ള ചേർത്ത് കൊടുക്കാം. കുറച്ച് എന്താ പറയുക, ഒരു മേമ്പൊടിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് കപ്പ ചീകിയെടുത്ത് അതിൻ്റെ വെള്ളം ഒക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇഞ്ചി, ഞാനെടുത്ത ഇഞ്ചിയുടെ പകുതി ഇഞ്ചി മതി, ഒത്തിരി ഒന്നും വേണ്ട. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കിതുപോലെ കപ്പ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ശരിക്കും ബിരിയാണി മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ ഒക്കെ ആഡ് ചെയ്ത്, ഒരുപാട് ഇടരുത്, ഒരു പാകത്തിന് എല്ലാം ആഡ് ചെയ്ത് ശരിക്കും നല്ല എണ്ണയിൽ ഫ്രൈ ചെയ്ത് എടുക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റ്, ഉള്ളിവടയുടെയും പരിപ്പ് വടയുടെയും ഒക്കെ പോലെ തന്നെ അതിനൊപ്പം നിൽക്കാവുന്ന ഒരു ടേസ്റ്റാണ് കപ്പ വടയ്ക്കും. നന്നായിട്ട് ചീകിയെടുത്ത് വെള്ളം കളഞ്ഞ് എടുത്ത കപ്പയിലേക്ക് ഞാൻ ഇഞ്ചി, കറി ലീവ്സ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി അരിപ്പൊടി കൂടി 2 സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. അരിപ്പൊടി ഇല്ലെങ്കിൽ മൈദപ്പൊടി ചേർത്താലും നന്നായിരിക്കും. അപ്പോൾ വേറൊരു ടെക്സ്ചർ ആയിരിക്കും, എന്നാലും ടേസ്റ്റിന് കുറവൊന്നും വരില്ല. ചിലർ അപ്പസോഡ ചേർക്കും. എന്ത് വട ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അപ്പസോഡ ചേർക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് കണ്ടോ, നല്ല കറക്റ്റ് ഫോമിൽ കിട്ടിയിട്ടുണ്ട്. എനിക്കിങ്ങനെ കയ്യിൽ ഒട്ടാതെ പിടിക്കാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കയ്യിൽ വെച്ച് ഉരുട്ടി പരത്തി എടുക്കുകയാണ് ഇനി വേണ്ടത്. ഇത് നോക്കൂ, എത്ര നല്ല കറക്റ്റ് ഫോമിൽ വന്നതെന്ന് നോക്ക്. ഉടയാതെ നല്ല പിടുത്തം കിട്ടിയിട്ടുണ്ട് ഇതിന്. അപ്പോൾ എനിക്ക് ഈ അളവിൽ ഒരു 7 വട ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണ ചൂടായി ഇതിൽ വറുത്തെടുക്കാം. കണ്ടോ എന്ത് ഭംഗിയെ നോക്കി, ശരിക്കും ഒരു ഉള്ളിവടയോ പരിപ്പ് വടയൊക്കെ പോലെ തോന്നുന്നില്ലേ? അതേപോലെ ആ ഒരു സ്റ്റേജിൽ നിർത്താൻ പറ്റുന്ന ഒരു വട തന്നെയാണ് ഇതും. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമാണ്. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.